ചൂട് കാരണം അകത്തും ഇരിക്കാൻ വയ്യ, പുറത്തും ഇരിക്കാൻ വയ്യ. അങ്ങനെ ടി വിയിൽ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ പരിക്കാതെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആണ് ആലോചിച്ചത്, ഈ ചൂടത്ത് ഇനി എന്ത് കുടിക്കും എന്നാലോചിച്ചുകൊണ്ടിരുന്നത്. നാരങ്ങയാണെങ്കിൽ തീർന്നുപോയി. അപ്പോൾ പെട്ടെന്ന് ഓർത്തത് ഒരു ഷമാം ഇരിപ്പുണ്ടല്ലോ എന്ന്. എന്നാൽ പിന്നെ ഷേക്ക് അടിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇരുന്നു. കുറച്ച് ഐസ്ക്രീമും ഹോർലിക്സും ഒക്കെ ഇരിപ്പണമെന്നെല്ലാം കൂടെ കൂട്ടി ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് അവൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് ഐസ്ക്രീം മാത്രം എടുത്ത് കുറച്ച് നേരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് വെച്ചു എടുത്ത് തരാവോ അമ്മയെന്ന് വെച്ചപ്പോൾ ഞാൻ ഇച്ചിരി വാരി കൊടുത്തു. അമ്മ പിന്നെ ഫ്രീസറിലൊരു കവർ പാലിരിപ്പുണ്ടായിരുന്നു, അതിലെടുത്ത് തല്ലിപ്പൊട്ടിച്ച് ഷമാമോ അരിഞ്ഞ് ഷേക്ക് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ തണുപ്പ് കാരണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കവറെടുത്ത് അതിൻ്റെ കൂടെ ഇട്ട് തല്ലിപ്പൊട്ടിച്ചെടുത്തു. അങ്ങനെ ഷേക്ക് വിജയിച്ചു. ഷേക്ക് എടുത്ത് കുടിച്ചു നോക്കാനായിട്ട് ആദ്യം അവനെടുത്തു. ഇനി ബാക്കി കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്ത് കുടിച്ചു. എനിക്ക് പ്രായമായില്ലെങ്കിലും പല്ലിനെല്ലാം പ്രായമായിട്ട് പല്ലിനെല്ലാം ഭയങ്കര പ്രശ്നമാണ്. എല്ലാ പല്ലും കേടാണ്. അതുകൊണ്ട് തണുപ്പ് ചെല്ലുമ്പം ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എന്നാലും കിട്ടുന്നതൊക്കെ കുടിക്കണം. തണുപ്പാണെങ്കിലും പല്ലിൻ്റെ പ്രശ്നമാണെങ്കിലും ഷേക്കും ജ്യൂസും ഒക്കെ കുടിക്കണ്ടേ. അങ്ങനെ അതും ഞാൻ കുടിച്ചു. എന്നാൽ സ്പൂണും കൊണ്ട് കോരി കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ സ്പൂണുമായിട്ട് വന്നു. പിന്നെ കുറച്ചൊരു സ്പൂൺ കൊണ്ടുള്ള പ്ലേറ്റായിരുന്നു. നല്ലതാ മാമി എന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. അവനും കോരി കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോരി തന്നു, ഞാനും കുടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉള്ള ഷേക്കും ജ്യൂസും എല്ലാം കൂടെ ഉറിഞ്ചി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നല്ല മടിയായിരുന്നു, കാരണം മുടി പോലും ചെയ്തതാണ് രാവിലെ നടന്നത്. രാത്രി കുളിക്കുന്നതും കഴുകുന്നതും കാരണം മുടിക്കെല്ലാം ഭയങ്കര നാറ്റം പിടിച്ചു. മുടി ഉണങ്ങാത്ത നാറ്റം എന്ന് പറഞ്ഞൊരു വല്ലാത്ത നാറ്റമാണല്ലോ. അങ്ങനെ മുടിയെല്ലാം ചീകി കെട്ടി ഒതുക്കി വെച്ച് ഭയങ്കര ജടായു പിടിച്ച് ജടയെല്ലാം ചീകി ഒതുക്കി എല്ലാം ചീകിക്കളഞ്ഞ് കെട്ടിവെച്ചു. സമാധാനത്തോടെ നടന്നു. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. ചൂടാണെങ്കിലും കുറച്ച് നേരം ചുമ്മാതാണല്ലോ പുറത്തിറങ്ങിയിരിക്കണമല്ലോ. കാറ്റുമില്ലൊന്നുമില്ല, എന്നാലും വെറുതെ കാഴ്ച കാണാനായിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയിരുന്നു. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ചൂടാണ് പാമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലൊന്നും വിടാതെ പിടിച്ചുകൊണ്ടിരിക്കും. എനിക്കാണെന്നൊന്നുമല്ല, നല്ല ചൂടാണ്. എല്ലാവരും പൊതുവെ പറയുന്നത് ഇടുക്കിയിൽ ചൂട് കുറവാണ്. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ ബാക്കി ജില്ലകളിലെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഉച്ചയ്ക്ക് പിന്നെ എല്ലാവരോടും കൂടി പഴങ്കഞ്ഞി ആക്കി. തലേദിവസത്തെ കഞ്ഞി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ തൈരും ഉള്ളിയെല്ലാം കൊണ്ട് കുടിച്ചിട്ട് പഴങ്കഞ്ഞിയാക്കി. ആദ്യമായിട്ട് പഴങ്കഞ്ഞി കാണുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും സന്തോഷത്തിലായിരുന്നു അവന്. കുടിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. സാധാരണ ഒരു സാധനം ടേസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഇത് കുടിച്ചു നോക്കി കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി പുളിയേരുവൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ചൂടിന് പഴങ്കഞ്ഞി ബെസ്റ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പഴങ്കഞ്ഞി അടിച്ച് കയറ്റി. അത് കഴിഞ്ഞ് വിശാലമായൊരു ഉറക്കം.